ഞങ്ങളൊന്ന് ബ്യൂട്ടീഷ്യൻ വന്നു കേട്ടോ ഗൈസ്. തൃശ്ശൂർ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവൻ്റെ മുടി കണ്ട് ഡോക്ടർ കല്ല് തിന്നായിരുന്നു. 2 വയസ്സായ കൊച്ചിന് എന്തിനാ ഇങ്ങനെ മുടി വളർത്തുന്നത്, ഇതല്ലേ വയ്യായിക വരുന്നതെന്നൊക്കെ പറഞ്ഞ് മൊത്തം വഴക്കായിട്ട് ഞാനേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഒരു തുള്ളി പോലും കേട്ടിട്ടില്ല. എന്താ എൻ്റെ ഹസ്ബൻഡ് മുടി വെട്ടാൻ സമ്മതിക്കില്ല, ഞമ്മൻ ചെയ്ത കൊച്ചിന് മുടി വെട്ടാൻ സമ്മതിക്കില്ല. പിന്നെ എന്നെ ഒച്ചപ്പാട് എടുത്ത് എന്നെ കണ്ടാട്ടോ ട്രിമ്മറിന് സൗണ്ട് ഉള്ളതുകൊണ്ട് അവന് ഭയങ്കര പേടിയാ. അതുകൊണ്ട് കുരവള്ളിക്ക് വരെ പിടിച്ചിട്ട് മുടി വെട്ടാനായിട്ട് ഇരുത്തിയേക്കുന്നത്. ആ ചേട്ടനാണെങ്കിൽ സകല ദൈവങ്ങളെ വിളിച്ചായിരിക്കുള്ള അവൻ്റെ മുടി വെട്ടുന്നത്. അത്രയും പിടപ്പായിരുന്നു. ഒരു വിധത്തിൽ വെട്ടി തീർന്നു. കാത്തൂനൊക്കെ വെച്ച് കൊടുത്തിരുത്തേൻ്റെ എന്ത് കാര്യം. അവൻ കണ്ണാടിയിൽ നോക്കി ചേട്ടൻ മുടി എന്തോരം വെട്ടുന്നുണ്ടാവും എന്നൊക്കെ ചിന്തിച്ചാണ് ഒന്നിരിക്കുന്നത്. കുറച്ചൊക്കെ അടങ്ങിയിരുന്നിരുന്നു. ഇത്തിരി കൂടെ ആയി കഴിഞ്ഞപ്പോൾ ആളുടെ തന്നറം പുറത്തെടുത്ത് തുടങ്ങി. ചേട്ടായിക്ക് പിന്നെ ഇതൊക്കെ ശീലായി. സ്ഥിരം എടുത്തിട്ടുണ്ട് ചേട്ടായി. നമ്മളെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഇതായിട്ട് മുടി വെട്ടിയത് സത്യം പറയാൻ എനിക്ക് ഇഷ്ടമായില്ല. ആ നെറുകയിലെ മുടി കളയാനാണ് വന്നത്. കാരണം നെറുകയിലെ മുടി കളയാൻ പകുതി വയ്യൊക്കെ കുറയൂല. ആര് സമ്മതിക്കാൻ. ഈ ആമ്പിള്ളേരുള്ള അപ്പന്മാർ പോലും ഇങ്ങനെയാണോ? അവർക്ക് അവരുടെ സ്റ്റൈലിൽ ഇങ്ങനെ ആമ്പിള്ളേരെ കൊണ്ടു കിടക്കണം. 2 വയസ്സായ കൊച്ചിന് എന്ത് സ്റ്റൈലാണ് ഗൈസ്. സത്യം പറയാൻ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എന്നിട്ടും എൻ്റെ മുടി വെട്ടിയത് ഇഷ്ടമെങ്കിൽ പറയുന്നോട്ടോ ഗൈസ്, കമൻറ്റ് ഇടണം കേട്ടോ. ഇവനാണെങ്കിൽ മുടി പോയി എന്നും പറഞ്ഞിരിപ്പുണ്ട്. പിന്നെ പെട്ടെന്ന് വളരൂല, വരുമ്പോൾ പിന്നെയും വിട്ടു. അടുത്ത ആൾ ബ്യൂട്ടീഷ്യന് കയറിയേക്കാട്ടോ. ഇനി ഇത് എന്തോരം ടൈം എടുക്കുന്ന അറിയില്ല. കാരണം താടി ഷേപ്പാണ് മുടി വെട്ടണം എന്നാണ് പറഞ്ഞത്. എന്തായാലും ചിലപ്പോൾ കൂടെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോകാനായിട്ട്. അതുവരെ ലാഗടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.